മണ്ഡലം MLA ശ്രീ പ്രേംകുമാർ, അദ്ദേഹം സ്പോർട്സ് കൗൺസിലിന്റെ കൂടി പ്രസിഡന്റാണ്. ഇതിന്റെ പ്രായോജകരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫോർസൈറ്റ്സ് ടിവിയുടെ സാരഥികൾ, അതുപോലെ തന്നെ ഗ്രൂമിങ്ങിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള ശ്രീ വൈശാഖ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, കൊച്ചു കുരുന്നുകളെ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം. കാരണം ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഒരുപാട് ടീനേജേഴ്സ് ആയിട്ടുള്ളവര് ഡ്രസ് ചെയ്യുന്നു, മുമ്പിലേക്ക് വരുന്നു. അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ ഇവിടെ കാണുന്നത് കൊച്ചു കുരുന്നുകളെ ഗ്രൂം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവരെ തനതായിട്ട്, ഇത് ഫാഷൻ ഷോ എന്ന് പറയുന്നത് ഫാഷനബിൾ ആയിട്ട് നടക്കാനായിട്ടല്ല, മറിച്ച് എല്ലാവരെയും കാണുവാനും എന്തിനേയും ഫേസ് ചെയ്യുവാനുമുള്ള ഒരു ധൈര്യം വരുത്താൻ കഴിയുന്ന തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന നല്ലൊരു ചടങ്ങ്, അതാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട്, അതായത് ഗ്രൂമിംഗ് സെഷൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനുള്ള യോഗ്യതയില്ല. പക്ഷെ യോഗ്യതയുള്ള ഒരു ആളുണ്ട്, അത് ശ്രീ പ്രേംകുമാർ MLA ആണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റാണ്. ഏറെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന് ഇത് ഗ്രൂമിങ്ങിന്റെ സെഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറഞ്ഞപ്പോ യാതൊരു സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. മലയാളികളുടെ ദേശീയ ഉത്സവമായിട്ടുള്ള ഓണം വ്യത്യസ്ത നിലയിൽ ആഘോഷിക്കുന്നതിന്റെ തുടർച്ചയിൽ നാളെ പൂരാട ദിനത്തിലാണ് ഇവിടെ കുട്ടിത്തം എന്ന പേരിലുള്ള കുട്ടികളുടെ ഫാഷൻ ഷോ ഏറ്റവും ഭംഗിയായി മനോഹരമായി അരങ്ങേറുന്നത്. ജോബിയേട്ടനുമായിട്ടുള്ള അടുപ്പത്തിന്റെ, ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ എല്ലാം ആ ഇഴയടുപ്പത്തിന്റെ തുടർച്ചയിലാണ് ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഫാഷൻ ഷോ ദിവസം തന്നെയാണ് ഇവിടെ വരികയും അല്പസമയം ചെലവഴിക്കുകയും ചെയ്തത്. ജോബിയേട്ടനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന വ്യാപാര മേഖലയിൽ അവരുടെ സുദീർഘമായ കാലത്തെ ദശകങ്ങളോളം ആ മേഖലയിൽ സംഘാടകനായി നിന്ന് സമൂഹത്തിന്റെ നാനാതലത്തിലുള്ള സാമൂഹ്യ ജനവിഭാഗങ്ങളോട് ആശയവിനിമയം നടത്തിയും അവരുമായെല്ലാം ഇടപഴകിയുമുള്ള കരുത്താണ് ജോബിയേട്ടന്റെ കൈമുതൽ എന്ന് ഞാൻ കരുതുകയാണ്. ആ സൗഹൃദ ബന്ധത്തിന്റെ വലയത്തിലാണ് ഞാനും എന്നതിലുള്ള സന്തോഷം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇവിടെ മനോജ് പാലോടനും അതുപോലെ തന്നെ വൈശാഖും, അതുപോലെ തന്നെ ഈ പരിപാടി നല്ല നിലയിൽ ഇത് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർസൈറ്റ്സ് TV ചാനലും സംയുക്തമായിട്ടാണ് ഇത്തരം ഒരു പരിപാടിക്ക് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. 60 കഴിഞ്ഞവരുടെ ഫാഷൻ ഷോ, അവരുടെ ടീനേജ് പ്രായത്തിൽ ഫാഷൻ ഷോ എന്ന് പറയുന്ന സങ്കല്പം തന്നെ ചിലപ്പോൾ അവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വളരെ വളരെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഒരു പരിപാടിയായിട്ടാണ് പാലക്കാട് കുട്ടിത്തം എന്ന പേരിലുള്ള ഈ ഫാഷൻ ഷോ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും ഫാഷൻ ഷോ ആയി മാറുന്നത്. ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഗ്രൂമിങ്ങിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നവർക്ക് നിശ്ചയമായും നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് സ്വാഭാവികമായും നല്ല പെർഫോമൻസ് നടത്താൻ കഴിയണമെന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നല്ല പെർഫോമൻസ് നടത്താൻ കഴിയട്ടെ. ഇനിയും ഈ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ഏറെ ആ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകാനുമാകട്ടെ. ജോബിയേട്ടന്, മനോജിന്, വൈശാഖിനൊക്കെ പാലക്കാട് കേന്ദ്രമായി ഞാൻ അറിഞ്ഞത്, മനസ്സിലാക്കിയത് സ്ക്രീൻ ചെയ്തിട്ടാണ് കുറച്ച് കുട്ടികളെ ഇതിന്റെ ഭാഗമായി എടുത്തതെന്നാണ്. 500-ൽ പരം അന്വേഷണങ്ങൾ ഈ കുട്ടിത്തം എന്ന പേരിലുള്ള ഫാഷൻ ഷോയുടെ ഭാഗമായി വന്നു എന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ ധാരാളം കുട്ടികൾക്ക് ഈ മേഖലയോട് താല്പര്യമുണ്ടാകാനും അവരുടെ ആവിഷ്കാരത്തെ, അവരുടെ ഉള്ളിലുള്ള താല്പര്യങ്ങളെയൊക്കെ അവർക്ക് നല്ല നിലയിൽ ആവിഷ്കരിക്കാനൊക്കെയുള്ള സാഹചര്യവും അവസരവും ഉണ്ടാകട്ടെ എന്നുകൂടി സൂചിപ്പിക്കുന്നു. വളരെ വളരെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ ഇവിടെ നടക്കുന്ന കുട്ടിത്തം ഫാഷൻ ഷോയുടെ ഭാഗമായിട്ടുള്ള ഗ്രൂമിംഗ് വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.